ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഡെമോക്രസിയാണ്, ജനാധിപത്യത്തിന്റെ മാതാവാണ്. എന്നാൽ ഈ ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയുടെ മടിത്തട്ടിൽ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ആരെയും അമ്പരപ്പിക്കും, ഞെട്ടിക്കും. നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ ഡൽഹി പോലീസും കേന്ദ്രസേനയും RSS ഗുണ്ടകളും കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഇതിന് തന്നെ ഒരുപാട് ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നു. हैप्पी दिवाली मोदी जी। ये जो दिवाली खेली है ना आज अपने स्टूडेंट्स के साथ बम मार के, आंसू गैस के गोले छोड़ के, डंडे मार के, हैप्पी दिवाली मोदी जी। डंडे क्या मार रहे हो यार, गोली मारो खत्म करो, वैसे भी तो मर ही रहे ना हम स्टूडेंट्स, गोली मारो खत्म करो मोदी जी। യഥാർത്ഥത്തില് ഇത്രയും സംഘടിതമായൊരു നായാട്ട് ഡൽഹിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ വിയോജിപ്പുണ്ട്, എതിർപ്പുണ്ട്, ഡിസന്റ് ഉണ്ട്, പ്രൊട്ടസ്റ്റ് ഉണ്ട്, പ്രതിഷേധമുണ്ട്. ഇതൊക്കെ ചേരുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് അവകാശപ്പെടുകയും എന്നിട്ട് ആ മാതാവിന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ, സന്തതികളെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയെ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ നോക്കുക, അതായത് പോലീസുകാർക്കൊപ്പം ലാത്തിയെടുത്ത് RSSകാര് പിള്ളേരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയാണ്. कैसे मार रहे हैं सर, आप थोड़ा तो देखो। सिविल में कैसे मार रहे हैं? ये RSS का दल्ला हुआ एक नंबर का। मार रहा है गुंडा, देखो मुंह छिपा के। तू नाम बता अपना, डराएगा से। अरे बहुत हरामखोर है गुंडे। देखो ये तो किस तरीके से मार रहा है। लेडीज को देखो, लेडीज के ऊपर हाथ उठाता है, लेडीज के ऊपर मारता है, ये लेडीज के ऊपर मारता है, ये कार लेडीज के ऊपर हाथ उठाता है, ये कैर देखो लेडीज के ऊपर लाठी चार्ज करता है। ये देखो कार मुंह छिपा रहा है हेलमेट में, ये देखो इसका मुंह देखो, इसका मुंह देखो। പോലീസുകാർ അടിക്കുന്ന എവിടെ എന്നറിയാം? കേന്ദ്രസേന ആൾക്കാർ കുഞ്ഞുങ്ങളുടെ തലക്കടിക്കുന്നു. ഇപ്പോൾ രാമനോഹ്യ ഹോസ്പിറ്റലിൽ നിങ്ങൾ പലരും അവിടെ അന്വേഷിച്ചു പോയി. അവിടെയൊക്കെ ഈ പറയുന്ന തലയോട്ടി പിളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇതുപോലെ നമ്മുടെ നിഷ്കളങ്കരായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള, നീതിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധിക്കുന്ന കുഞ്ഞുങ്ങളെ ഇത്ര മൃഗീയമായിട്ട്, രൂക്ഷമായിട്ട് കൈകാര്യം ചെയ്യാൻ ജനാധിപത്യത്തിൽ കേവലപരമായ ഒരു തരിമ്പ് വിശ്വാസമുള്ള ഒരു ഭരണാധികാരിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. ഇന്നലെ തലസ്ഥാന നഗരിയുടെ തെരുവോരങ്ങളിൽ അരങ്ങേറിയ ഈ നരനായാട്ടിനെ കുറിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ച്, ഒരു സുപ്രീം കോടതി ജഡ്ജിയെ വെച്ച് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ ആ ജഡ്ജി പരിശോധിക്കണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു ദൃശ്യമുണ്ട്. അതായത് ഈ കേന്ദ്രസേനയിലെ അംഗങ്ങൾ അവരുടെ നെഞ്ചിൽ ബാഡ്ജ് വേണം, അവരാരാണ്, പേര്, ഡെസിഗ്നേഷൻ, ബാഡ്ജ് പോലും കുത്താതെ, മാത്രമല്ല പോലീസിന്റെ വേഷത്തിൽ RSSകാർ വന്നുപോയി. आप कौन सा ड्रेस में, आप कौन है? फिर आपके हाथ में डंडा कैसे है? आपके हाथ में डंडा कैसे है?
सर इनके हाथ में डंडा कैसे? ये कौन है? ये कौन है? सर आप कौन है? सर आप कौन है? हाँ बताइए आपको। ഒരു ഉത്തരവാദിത്വം അടിവരയിടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് യൂണിഫോമിന്റെ ഭാഗമായ ബാഡ്ജ് പോലും അഴിച്ചു വെച്ചിട്ടാണ് ഇവർ കുഞ്ഞുങ്ങളെ വേട്ടയാടിയത്. എന്നിട്ടും ഇവർ അവകാശപ്പെടുന്നു ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസിയാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവരൊക്കെ രാജിവെക്കുക ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് ശിക്ഷിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ ഓരോ തുള്ളി ചോരയുണ്ടല്ലോ, അതൊന്നും വെറുതെയാകില്ല. അതൊക്കെ ഈ ഭരണാധികാരികളുടെ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ തീരാ കളങ്കമായിട്ട് കറയായിട്ട് അവശേഷിക്കും. ഇതിനൊക്കെ ഇന്ത്യൻ ജനത മറുപടി നൽകും.